പ്രിയക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ, ഇന്ന് പരിശുദ്ധ സഭ വിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ അനുസ്മരിക്കുന്ന ഞായറാണ്. വിശുദ്ധ എവങ്കേലിയോൻ ഭാഗമായിട്ട് സഭ ക്രമീകരിച്ചിട്ടുള്ളത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 80 വരെയുള്ള വചനഭാഗങ്ങളാണ്. സ്നാപക യോഹന്നാൻ്റെ ജനനവും അതിനുശേഷമുള്ള ശിശുവിൻ്റെ പരിച്ഛേദനവും ദൈവദൂതൻ കൽപ്പിച്ചതനുസരിച്ച് എലിശബയും സക്കറിയായും ശിശുവിന് യോഹന്നാൻ എന്ന് പേര് നിർദ്ദേശിക്കുന്നതുമാണ് ഇന്നത്തെ പ്രമേയം. യഹൂദ ആചാരമനുസരിച്ച് പരിച്ഛേദനത്തിലൂടെയും പേരിടൽ കർമ്മത്തിലൂടെയും ഒരു ശിശു തൻ്റെ മാതാപിതാക്കളുടെ വംശത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നു. അങ്ങനെ അവൻ്റെ വംശത്തിൻ്റെ ഉത്തരവാദിത്വവും കർമ്മങ്ങളും അനുഷ്ഠിച്ച് ജീവിക്കുന്നു. ഇവിടെ യോഹന്നാൻ്റെ പരിച്ഛേദന സമയത്ത് ദൈവദൂതൻ കൽപ്പിച്ചതനുസരിച്ച് മാതാപിതാക്കൾ ശിശുവിന് യോഹന്നാൻ എന്ന പേരാണ് നിർദ്ദേശിക്കുക. അതവരുടെ ബന്ധുക്കളെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം ബന്ധുക്കളിൽ ആർക്കും ആ പേര് ഇല്ലായിരുന്നു. പുരാതന യഹൂദ പാരമ്പര്യങ്ങളിൽ ഒന്നായിരുന്നു നീണ്ട കാത്തിരിപ്പിന് ശേഷം ലഭിക്കുന്ന ആൺകുട്ടികൾ ദൈവത്തിനായി വേർതിരിച്ചു വളർത്തുക എന്നത്. അതോടൊപ്പം അവരുടെ പേരുകൾ അർത്ഥപൂർണവുമായിരുന്നു. യാഹ്വേ, നെയ്ൻ എന്നീ പദങ്ങൾ സംഗമിച്ചാണ് യോഹന്നാൻ എന്ന പേര് രൂപം കൊള്ളുന്നത്. അതിൻ്റെ അർത്ഥം ദൈവം കരുണയുള്ളവൻ എന്നാണ്. അതുപോലെ തന്നെ സഖർ, യാഹ്വേ എന്നീ പദങ്ങൾ ചേർന്ന് സക്കറിയ എന്ന പേര് രൂപപ്പെട്ടു. ഇതിൻ്റെ അർത്ഥം യഹോവ ഓർത്തു എന്നത്രേ. ഏൽ, സബത്ത് എന്ന പേരുകൾ ചേർന്ന് എലിസബത്ത് എന്ന പദം രൂപപ്പെട്ടു. ഇതിൻ്റെ അർത്ഥം ദൈവം ശപഥം ചെയ്തു എന്നുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സക്കറിയായ്ക്കും എലിശബയ്ക്കും വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. കാത്തിരിക്കുന്നവനെ തേടി വരുന്ന ഒരു ദൈവം. ചിലപ്പോൾ ദൈവം കരുണയായി പ്രവഹിക്കുന്നത് അപ്രതീക്ഷിത സമയത്തായിരിക്കും. ചിലപ്പോൾ നാം കാത്തിരുന്ന് തളരുമ്പോഴായിരിക്കും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. സ്നാപക യോഹന്നാൻ്റെ ജനനം വലിയൊരു സാക്ഷ്യമാണ്. കാത്തിരിക്കുന്ന ഭക്തനെ തേടി വരുന്നൊരു ദൈവം ഉണ്ടെന്നാണ്. ഇവിടെ ദൈവം നമ്മളോടും വാഗ്ദാനം ചെയ്യുകയാണ്. നിന്റെ കാത്തിരിപ്പിനും കണ്ണുനീരിനുമെല്ലാം തീർച്ചയായും പ്രതിഫലം ലഭിക്കും. ജീവിത വെല്ലുവിളികളുടെ മധ്യേയും ദൈവ ബലിപീഠത്തെ വലയം പ്രാപിച്ചവരുടെയും മടുപ്പില്ലാതെ കാത്തിരുന്നവരുടെയും എല്ലാം പ്രതിനിധിയാണ് സക്കറിയ പുരോഹിതൻ. സഭാപ്രസംഗി 3-ാം അധ്യായം 1-2 വചനഭാഗങ്ങളിൽ നാം കാണുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം. എന്നാൽ ആധുനിക യുഗത്തിൽ ക്ഷമയും കാത്തിരിപ്പുമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിത സംസ്കാരത്തിൽ ഈ വൃദ്ധ ദമ്പതികളുടെ ജീവിതം നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയാണ്. ഇന്ന് തകർച്ചയായിരിക്കാം, ചുറ്റും വെല്ലുവിളികളായിരിക്കാം, പ്രതിസന്ധികളാൽ ചുറ്റപ്പെട്ട അവസ്ഥയായിരിക്കാം, ഇല്ലായ്മകളിലൂടെ ജീവിതം ഇഴഞ്ഞു നീങ്ങുകയായിരിക്കാം. പക്ഷെ ക്ഷമയോടെ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കാൻ സാധിച്ചാൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുമെന്ന് സക്കറിയ പുരോഹിതനും എലിശബയും നമ്മോട് പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നേരുന്നു. സ്നേഹപൂർവ്വം ടിജു വർഗീസ് അച്ഛൻ.